ഒരിക്കലും ഒരു ചേട്ടനും അനിയനും കടൽ തീരത്തോടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു വാക്ക് തർക്കം ഉണ്ടായി. ഇവര് വഴിക്കിടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഈ ചേട്ടൻ നല്ല ദേഷ്യം വന്ന് ഈ അനിയന്റെ മുഖത്ത് ഒറ്റൊരടിയും കൊടുത്തു. അപ്പോഴത്തേക്കും ഈ അനിയൻ പോയി മണലിലെഴുതി, ഇന്ന് എന്റെ ചേട്ടൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് മണലിലെഴുതി. പിന്നീട് ഒരു ദിവസം പിന്നെയും കടലിലേക്ക് വന്നപ്പം ഈ അനിയൻ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കടൽ തീരത്തോടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഒരു വലിയ തിരമാല വന്ന് ഈ അനിയനെ അടിച്ചെടുത്തോണ്ടാൻ പോയി. അപ്പം ഇത് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ചേട്ടനാണെങ്കിൽ ഓടി വന്ന് ഈ അനിയനെ രക്ഷിച്ചു. അപ്പോഴത്തേക്കും ഈ അനിയൻ പോയി കല്ലിലെഴുതി, ഇന്ന് എൻ്റെ ചേട്ടൻ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഈ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഈ ചേട്ടനാണെങ്കിൽ ഈ അനിയൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ ഇനി അന്ന് അടിച്ചപ്പം നീ പോയി അത് മണലിലെഴുതി, ഞാൻ ഇനി എന്നെ രക്ഷിച്ചപ്പോൾ നീ അത് വന്ന് കല്ലിലെഴുതി, അതെന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആ ബുദ്ധിശാലിയായ അനിയൻ പറഞ്ഞു, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പോയി മണലിൽ എഴുതണം. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ മായഞ്ഞു. നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വന്ന് കല്ലിൽ എഴുതണം. അത് ഒരിക്കലും മായരുത്. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നു കളഞ്ഞിരിക്കണം. നമ്മളാരെങ്കിലും അങ്ങോട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവർക്ക് മാപ്പ് ചോദിക്കണം. നമ്മളാരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നന്ദി കൊടുക്കണം. നമ്മൾ സഹായിച്ച കാര്യം നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കണം. ഇതാണ് ഒരു നല്ല മനുഷ്യന്റെ സ്വഭാവം.